വികസനം എന്താണ്, ചെർപ്പശ്ശേരി കാവുവട്ടം എന്നുള്ള വാർഡ് എന്താണ്, അവിടെ അച്ചങ്ങാട് എന്ന പ്രദേശം, പന്നിയൻകുരിശി എന്ന പ്രദേശം, വാൾക്കപ്പാറ എന്ന പ്രദേശം, ഇതെല്ലാം ഈ ഭൂമിശാസ്ത്രത്തിൽ, ചെർപ്പശ്ശേരിയുടെ ഭൂമിശാസ്ത്രത്തിൽ വന്നത് ഇവിടെ കാവുവട്ടത്ത് BJPയുടെ ഭരണം കൊണ്ടുവന്ന് മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ വാർഡിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ താമസക്കാർ ഇവിടുത്തെ BJPയുടെ ഭരണത്തിൻ്റെ അനുഭവസ്ഥരാണ്. നമസ്കാരം. സ്ഥാനാർത്ഥിയോടൊപ്പം ഇന്നുള്ളത് ചെർപ്പശ്ശേരി നഗരസഭയിലാണ്. ചെർപ്പശ്ശേരി നഗരസഭയിലെ 26-ാം വാർഡ് കാവുവട്ടത്താണുള്ളത്. കാവുവട്ടത്ത് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രകാശ് കുർമാപ്പള്ളിയാണ് ഇന്ന് സ്ഥാനാർത്ഥി നമ്മോടൊപ്പം ചേരുന്നത്. പ്രകാശ് ചേട്ടാ നമസ്കാരം. എന്തു പറയുന്നു, പ്രചരണമൊക്കെ എവിടെ എത്തി? പ്രചരണം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. 2 റൗണ്ട് കഴിഞ്ഞു, ഈ 3ാമത്തെ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു അഭിപ്രായമാണ് എല്ലാവർക്കും. നമുക്ക് പ്രതികരണമാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 10 വർഷത്തെ ഒരു വികസനം ഇവിടുത്തെ ജനങ്ങൾ ഈ ഒരു വാർഡിലെ മുഴുവൻ ആളുകളും കണ്ടിട്ട് തന്നെ അനുഭവിച്ചതാണ്. വെറുതെ പറഞ്ഞതല്ല, അനുഭവിച്ച കാര്യങ്ങളാണ്. ഇതിനെതിരെ 10 വർഷമായിട്ട് യാതൊരു വികസനവും ഈ വാർഡിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിൽ അല്ലെങ്കിൽ എനിക്കെതിരെ സ്ഥാനാർത്ഥി പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അവരുടെ പാർട്ടിയുടെ ഇടയിൽ നിന്നുള്ള വലിയൊരു പ്രശ്നം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ക്യാപ്സ്യൂൾ വിഴുങ്ങിയപ്പോൾ രണ്ട് തരം ക്യാപ്സ്യൂളായിപ്പോയി. ഒന്ന് ചെയർമാൻ ഒരു ഭാഗത്തിരുന്ന് പറയുകയാണ് വാർഡിലെ എല്ലാ സ്ഥലത്തും ഞാൻ വികസനം എത്തിച്ചു എന്ന്. ആ ചെയർമാൻ്റെ മറ്റൊരു അണി പറയുകയാണ് ഈ 26-ാം വാർഡിൽ യാതൊരു വികസനം എത്തിയിട്ടില്ല എന്ന്. ഇത് തമ്മിലുള്ള പരസ്പര ബന്ധം നമുക്ക് എത്ര ആലോചിച്ചാലും പിടികിട്ടില്ല. അപ്പം തന്നെ അറിയാം ഇതൊരു കൃത്യമായ അജണ്ടയാണ് എന്നുള്ള കാര്യം. ഇതൊരു BJPയുടെ നഗരസഭ ആയത് മുതൽ BJPയുടെ ഒരു സിറ്റിംഗ് വാർഡാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചും കൂടി അനുകൂലമായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈ വികസനം എന്താണ്, ചെർപ്പശ്ശേരി കാവുവട്ടം എന്നുള്ള വാർഡ് എന്താണ്, അവിടെ അച്ചങ്ങാട് എന്ന പ്രദേശം, പന്നിയൻകുരിശി എന്ന പ്രദേശം, വാൾക്കപ്പാറ എന്ന പ്രദേശം, അപ്പുറത്ത് പാകിസ്ഥാൻ കോളനി എന്ന് വിളിക്കപ്പെടുന്ന, ഞാൻ വിളിക്കുന്നത് തോപ്പയിൽ കോളനി എന്നാണ്, ആ ഒരു സ്ഥലം, ഇതെല്ലാം ഈ ഭൂമിശാസ്ത്രത്തിൽ, ചെർപ്പശ്ശേരിയുടെ ഭൂമിശാസ്ത്രത്തിൽ വന്നത് ഇവിടെ കാവുവട്ടത്ത് BJPയുടെ ഭരണം കൊണ്ടുവന്ന് മാത്രമാണ്. എന്താണ് വികസനം എന്ന് അറിഞ്ഞത് ആ സമയത്താണ്. അതുവരെ ഇങ്ങോട്ട് ആരും ശ്രദ്ധിക്കണ ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. ഈ റോഡ് തന്നെ, ഇവിടെ ഒരു സ്കൂളുണ്ട്, ഈ റോഡ് തന്നെ മണ്ണ് മൂടി കിടക്കുന്ന ഒരു റോഡായിരുന്നു. ആ റോഡിനെ കുറിച്ചിട്ട് കുട്ടികൾ, അന്നത്തെ കാലത്ത് കുട്ടികൾ, അന്ന് ഗ്രാമസഭ അധ്യക്ഷയായിരുന്ന സ്വയംപ്രഭ ചേച്ചി, അവരുടെ അടുത്ത് പരാതിയുമായി കുട്ടികൾ പോയി. നമ്മൾ ചാനലുകാർ അന്ന് വന്നിരുന്നു, എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ തന്നെ അതിൻ്റെ റെക്കോർഡുണ്ട്. അത്രയും പിന്നോക്ക സ്ഥിതിയിൽ നിന്നിരുന്ന ഒരു സ്ഥലമാണിത്. ഇന്നിവിടെ നോക്കി നോക്കുക, ഏത് ഗ്രാമത്തിൽ, ഏത് നാട്ടിലായാലും നമുക്ക് അവിടെ റോഡുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരമാവധി തീർക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജൽജീവൻ പദ്ധതി വരുന്നത് കൂടിയിട്ട് എല്ലാവർക്കും കുടിവെള്ളം എത്തും. അപ്പോൾ എന്തുകൊണ്ടും ഒരു സമ്പൂർണ്ണ വികസനം നമുക്കിവിടെ അവകാശപ്പെടാൻ കഴിയും. ഇപ്പോൾ ആദ്യഘട്ട പര്യടനം, 2ാം ഘട്ട പര്യടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്താണ് നമുക്ക് ഈ വാർഡിൽ ജനങ്ങളെ സമീപിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രതികരണം? തീർച്ചയായിട്ടും അനുകൂലമായ കാര്യങ്ങൾ മാത്രമേ ഇന്ന് വരെ കേട്ടിട്ടുള്ളൂ. പ്രതികൂലമായിട്ട് യാതൊന്നും പറഞ്ഞിട്ടില്ല. എന്തു തന്നെ ആയാലും അവർ അനുഭവിക്കുകയാണല്ലോ. ഏറ്റവും ചുരുങ്ങിയത് നമ്മളിപ്പോൾ ബാക്കി ഒരാൾ ഇത് മോശമായിരുന്നു എന്ന് പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇത് നല്ലൊരു കാര്യമായിരുന്നു, അവർക്ക് വികസനം ഇവിടെ കിട്ടിയിട്ടുണ്ടെന്ന് അവർ അനുഭവിച്ചു. ഇത്രയും വീടുകൾ, നമുക്കൊരു 30ഓളം വീടുകൾ നമുക്കിവിടെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം. അപ്പോൾ ഇതെല്ലാം നമുക്ക് തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ വാർഡിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ താമസക്കാർ ഇവിടുത്തെ BJPയുടെ ഭരണത്തിൻ്റെ അനുഭവസ്ഥരാണ്. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് നമുക്ക് കിട്ടാനുള്ളത്. ആരെന്ത് പറഞ്ഞാലും ഇതിൽ യാതൊരു മാറ്റവും അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവരത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും അവർക്ക് കിട്ടണം, ആവശ്യങ്ങളുണ്ട്, അത് കിട്ടും, അത് സാധിപ്പിക്കാൻ എനിക്ക് കഴിയും എന്നുള്ള വിശ്വാസം അവരുടെ മനസ്സിൽ നിന്നും നമ്മൾ കാണുന്നുണ്ട്. എന്തായിരുന്നു ഇത്തവണ വീണ്ടും ഒരു മത്സരരംഗത്ത് ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യം? അത് മത്സരരംഗത്ത് ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം മത്സരരംഗത്തില്ല എന്ന് പറഞ്ഞിരുന്നു, എല്ലാവരോടും പറഞ്ഞതാണ്. കാരണം ഒരു ആരോഗ്യസ്ഥിതിയിൽ ഓരോ പ്രശ്നങ്ങൾ കാരണം കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്ന വേണ്ടില്ല എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളതൊരു ലേശം പിന്നാക്കം വെച്ചു മത്സരസ്ഥിതി. പക്ഷേ ഒരു തക്കതായ
എതിർ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ഈ വാർഡിൽ അതൊരു പ്രശ്നമാവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ നിൽക്കാൻ പാർട്ടി നിർബന്ധിക്കുകയും പാർട്ടി പറഞ്ഞാൽ കേൾക്കുകയാണല്ലോ നമ്മുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം. ആ വെല്ലുവിളി ഏറ്റെടുക്കുക, ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് ഏറ്റെടുത്തുള്ളത്. വെല്ലുവിളിയിൽ നമുക്ക് നല്ല പ്രതീക്ഷ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയാണുള്ളത്. മിക്കവാറും കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ ജയിക്കും നമ്മളിവിടെ. എങ്ങനെയാണ് പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? പ്രവർത്തനങ്ങൾ വലിയൊരു ടീം നമുക്ക് ഒപ്പമുണ്ട് എപ്പോഴും. അതിലിപ്പോൾ വനിതകളുടെ വിങ്ങുണ്ട്. അപ്പോൾ എന്തായാലും അവരെല്ലാവരും പലരും പല മേഖലയിലാണ് നടക്കുന്നത്. കുടുംബയോഗങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഏതൊക്കെ മേഖലയിലും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. പോസ്റ്റർ, സോഷ്യൽ മീഡിയ, എല്ലാ മേഖലയിലും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. പക്ഷേ ഞാൻ ഇതൊക്കെ പറഞ്ഞതിലുപരി ഇവിടുത്തെ ഈ വാർഡിലെ ഓരോ വീട്ടുകാരും നമ്മുടെ ഭരണത്തിൻ്റെ അനുഭവസ്ഥരാണ്. അതിലപ്പുറം യാതൊന്നുമില്ല. അവരനുഭവിക്കണം. നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ആരും തെറ്റായി പറഞ്ഞാലും അവർ കേൾക്കില്ല, ശരിയായി പറഞ്ഞാലും അവർക്കറിയാം ഇന്ന കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് എന്നുള്ളത്. അതിൽ ഉള്ളൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും നല്ല പൂർണ്ണമായി എല്ലാവരും അറിയിക്കണം. അല്ല, കാരണം ഇവിടെ ഞാനൊരു പുതിയ ആളല്ല. ഈ വാർഡിൽ ഇതിനു മുമ്പ് 5 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം സൗമ്യ വന്നപ്പോഴും സൗമ്യയുടെ ഭരണകാലത്തും ധാരാളം റോഡുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പുതുതായി കോൺക്രീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ സൗമ്യ വന്നപ്പോഴും വികസന പ്രവർത്തനങ്ങൾക്ക് ഒട്ടും പിന്നോക്കം പോയിട്ടില്ല. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് ജനങ്ങൾ അതിന് വിധി എഴുതും, യാതൊരു സംശയമില്ല. നമ്മൾ ഈ പ്രചരണവുമായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളും പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നമ്മൾ 2015 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മുനിസിപ്പാലിറ്റിയിൽ 600-ലധികം വീടുകൾ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. 30ഓളം വീടുകൾ ഈ 26-ാം വാർഡിൽ, കാവുവട്ടം വാർഡിൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പ്രധാനമന്ത്രി ആവാസ് യോജന തന്നെയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം അതിനുശേഷം അത് ലൈഫായതിനു ശേഷം ഈ വീടുകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞുപോയി. കാരണം വീണ്ടും 1 ലക്ഷം രൂപ കൂടി മുനിസിപ്പാലിറ്റി കയ്യിൽ നിന്ന് എടുക്കണം എന്നുള്ള സ്ഥിതിയിലാണ് അത് വന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് കുറഞ്ഞു. പിന്നെ അത് നമുക്ക് അത്രയും ആഗ്രഹമുള്ള ഒരു ഭരണസമിതി ആയിരുന്നില്ല അതിന് ശേഷം വന്നത് എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും ആ ഒരു അവസരത്തിൽ. കാരണം ഒരു സമയത്ത് നമുക്ക് ഇത്രയും വീടുകൾ കൊടുക്കാൻ പറ്റി. അതിന് തുടർച്ച പറഞ്ഞാൽ 60 വീടെങ്കിലും കൊടുക്കണമായിരുന്നു ഓരോ വാർഡിലും. അതിന് പകരം 1 വീടോ 2 വീടോ കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. അത്രയും അങ്ങനെ പ്രധാനമന്ത്രി ആവാസ് യോജന അത് നടക്കുന്നു. അത് പിന്നെ മുനിസിപ്പാലിറ്റിയെ സഹകരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പ്രധാനമന്ത്രിയുടെ എല്ലാവിധ പദ്ധതികളും നമ്മൾ പരമാവധി ജനങ്ങളിലെത്തിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രചരണമായി ആളുകളിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ അതിൻ്റെ അനുഭവസ്ഥരാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനുഭവസ്ഥരാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇന്ന പദ്ധതി കൂടി ഉണ്ടല്ലോ, അതുകൂടി നമുക്ക് കിട്ടണം, അത് അതിനെക്കുറിച്ചൊന്ന് പ്രകാശേട്ടൻ പറയണം എന്നവർ പറയാറുണ്ട്. അതാണ് വ്യത്യാസം. കാരണം കുറച്ച് കിട്ടുമ്പോഴാണ് കൂടുതൽ ആവശ്യങ്ങൾ വരിക. ഒന്നും കിട്ടാതിരുന്ന ഒരു വാർഡായിരുന്നു ഇത്. ആർക്കും ഒരു ആവശ്യമില്ലാത്ത, ഞാൻ കയറി വരുമ്പോൾ 2015 ഈ വാർഡിൽ ആർക്കും ഒരു ആവശ്യമില്ല. കാരണം പറഞ്ഞാൽ ഒന്നും നടക്കില്ലായിരുന്നു. ഇന്ന് വരെ ഒന്നും നടക്കാത്തൊരു വാർഡ് എന്നുള്ള നിലയിൽ അങ്ങനെ അനവധി വാർഡുകൾ ചെറുപ്പശ്ശേരി ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊന്നൊരു വലിയ മാറ്റം നമുക്ക് കൊണ്ടുപോകട്ടു. അപ്പോൾ അവർക്ക് കിട്ടി തുടങ്ങിയപ്പോൾ അവർക്ക് ആവശ്യങ്ങൾ കൂടി. നമുക്ക് ഇന്ന കാര്യങ്ങൾ കൂടിയുണ്ട്, ഇന്ന റോഡുണ്ട്, അങ്ങനെ ചെറിയ റോഡ്, ചെറിയ കുടിവെള്ള പദ്ധതികൾ. അപ്പോൾ അതെല്ലാം അവരിങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കുന്നുള്ള വിശ്വാസത്തിൽ അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ വാർഡ് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ CPM ഒരു ശക്തനായ നേതാവിനൊക്കെ തന്നെയാണ് എതിർ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തിറക്കിയിട്ടുള്ളത്. എന്താ പറയുക? ഞാൻ എതിരിട്ടത് 2 ശക്തർ തന്നെയാണ്. ഇതിനു മുമ്പത്തെ അതിശക്തനായിരുന്നു വെച്ചാൽ ഇത് ശക്തൻ മാത്രമാണ്. ഇതിനു മുമ്പത്തെ ആൾ നന്ദേട്ടനായിരുന്നു, നന്ദകുമാറായിരുന്നു. അദ്ദേഹം അന്ന് ഏരിയ സെക്രട്ടറി ആയിരുന്നു. ഇന്നും അങ്ങനെ നോക്കിയാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. ഞാൻ എവിടെയെങ്കിലും പറയാറുണ്ട്, ശ്രീകു അത്രയും വലിയ സൗഹൃദമാണ് ഞങ്ങൾ തമ്മിൽ, സുഹൃത്താണ്. പക്ഷേ ഇവിടെ ഒരു മത്സരം വരുമ്പോൾ മുൻതൂക്കം എനിക്ക് തന്നെ ആയിരിക്കും. അതിന് സംശയം. പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അപ്പോൾ ഇത്തവണയും പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും.
അത് എൻ്റെ ഒപ്പമുള്ളവർക്ക് പോലും അത്രയും ആത്മവിശ്വാസമാണ്. അതിൻ്റെ മുകളിലാണ് നമ്മളെ വീണ്ടും നിർത്തുന്നത്. എല്ലാവരും വോട്ട് ചെയ്യാൻ വരും. തീർച്ചയായിട്ടും അതിന് പ്രത്യേകം ശ്രദ്ധിക്കും. വോട്ട് ചെയ്യാൻ വരിക, കള്ളവോട്ട് തടയുക, ഈ രണ്ടെണ്ണമാണ് അന്നത്തെ പ്രധാന അജണ്ടയായിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത്. കള്ളവോട്ട് തടയാനുള്ള എല്ലാവിധ പരിശ്രമവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. എല്ലാ വീട്ടിലെയും എല്ലാ ലിസ്റ്റും നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ നാട്ടിലില്ലാത്തവർ അങ്ങനെയുള്ള മുഴുവൻ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് കള്ളവോട്ട് എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രതികരിക്കാതിരിക്കില്ല. വിജയിക്കും തീർച്ചയായിട്ടും. കാവുവട്ടം 26-ാം വാർഡ് BJP സ്ഥാനാർത്ഥി പ്രകാശ് കുർമാപ്പള്ളിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഇന്ന് ചേർന്ന്. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹവും പ്രവർത്തകരും ഇത്തവണയും പ്രചരണ രംഗത്ത് സജീവമായിട്ടുള്ളത്. ഈ വാർഡ് വിട്ടുകൊടുക്കില്ല, അല്ലെങ്കിൽ ഈ വാർഡിൽ വിജയം സുനിശ്ചിതമാണ് എന്ന ഉറപ്പിന്മേൽ തന്നെയാണ് പ്രകാശ് കുർമാപ്പള്ളി ഈ പ്രചരണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു പ്രകാശ്.